മതമില്ല. കാരണം ഇന്ത്യയിൽ ബീഫ് കഴിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, ക്രിസ്ത്യാനികളും വലിയൊരു വിഭാഗം ദളിതുകളും ഉയർന്ന ജാതിക്കാർ തന്നെയായ ഹിന്ദുക്കളും ഒക്കെ ബീഫ് കഴിക്കുന്നുണ്ട്. ബംഗാളിൽ ബ്രാഹ്മണർ മത്സ്യം കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ കാശ്മീരിൽ ബ്രാഹ്മണർ മാംസം കഴിക്കുന്ന ബ്രാഹ്മണർ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ബീഫ് ഇന്നത്തെ സമകാലിക ഇന്ത്യ എടുത്താലും അതിന് മുമ്പുള്ള ഇന്ത്യ എടുത്താലും ബീഫ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക മതത്തിൻ്റെ ഭക്ഷണമല്ല, അത് വാസ്തവത്തിൽ ഒരു മതേതര ഭക്ഷണമാണ്. അതുകൊണ്ട് ബീഫ് നിരോധനത്തിനെതിരെയുള്ള ഏതൊരു തരം പ്രതിഷേധവും മതേതര തലത്തിൽ വികസിച്ചു വരണമെങ്കിൽ ബീഫ് ഒരു മതത്തിൻ്റെ ഭക്ഷണമല്ല എന്ന പരമാർത്ഥം നമ്മൾ സ്ഥാപിക്കണം. കാരണം അത് മുസ്ലിങ്ങളുടെ ഭക്ഷണമാണ്, മറ്റുള്ളവരുടെ ഭക്ഷണമല്ല എന്ന് സ്ഥാപിക്കാനാണ്, എന്ന് വരുത്തി തീർക്കാനാണ് BJP ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തന്ത്രത്തിൻ്റെ ആ കെണിയിൽ തന്നെയാണ് ഇടതുപക്ഷവും മറ്റ് മുഖ്യധാരാ കക്ഷികളും വീണു പോകുന്നത്. അപ്പോൾ ബീഫിനെ മതത്തിൽ നിന്ന് ആദ്യം വിമോചിപ്പിക്കണം. രണ്ടാമത് ഈ വെള്ളാപ്പള്ളിയുടെ കാര്യം, കാരണം എന്റെ ചർച്ച കേട്ടോ, പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു വരുന്ന രണ്ടാമത്തെ പോയിന്റ്, ഇടതുപക്ഷം ആ കെണിയിൽ വീണിട്ടില്ല എന്ന് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ബീഫ് മുസ്ലിം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ ചർച്ചകൾ ഇടതുപക്ഷത്തെ മാത്രമല്ല ഞാൻ പറയുന്നത്, ഈ ചർച്ചകളൊക്കെ ചെന്നെത്തുന്നത് ബീഫ് ഒരു മുസ്ലിം സമുദായത്തിൻ്റെ ഭക്ഷണമാണ് എന്ന ഒരു പ്രതീതിയിലേക്കാണ്. അത് മാറ്റി തീർത്താൽ മാത്രമേ ബീഫ് നിരോധനത്തിനെതിരെയുള്ള പ്രതിരോധം, ചെറുത്തുനിൽപ്പ് കൂടുതൽ മതേതരമാകൂ. ആ രീതിയിൽ ബീഫിനെതിരെയുള്ള ഇതിനൊക്കെ എതിരെയുള്ള ചെറുത്തുനിൽപ്പ് മതേതരമായി തന്നെ നടക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ വെള്ളാപ്പള്ളി ഘടകത്തിലേക്ക് വരികയാണെങ്കിൽ, വെള്ളാപ്പള്ളി വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് BJPക്കൊപ്പം ചേർന്നിട്ടുള്ളത്. ആ പ്രതീക്ഷകളൊന്നും നിറവേറ്റപ്പെട്ടിട്ടില്ല എന്നതല്ല അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇങ്ങനെ നേരത്തെ കൂടെ കൂട്ടിയവർക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കാതെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുകയല്ലേ അമിത്ഷാ? BJP ഇവിടെ വെള്ളാപ്പള്ളിയെ SNDPയെ BJDS ഒക്കെയായി രൂപാന്തരം പ്രാപിച്ച ആ രാഷ്ട്രീയ പാർട്ടിയെ കൂട്ടിയത്, ഇവരൊക്കെ അമിത്ഷാ ആണെങ്കിലും നോട്ടമിടുന്നത് ഉദരംപരികളായ, തത്വദീക്ഷയില്ലാത്ത, രാഷ്ട്രീയത്തിൽ യാതൊരു മൂല്യ പ്രതിബദ്ധതയുമില്ലാത്ത പാർട്ടികളെയും സംഘങ്ങളെയും സംഘടനകളെയുമാണ്. അപ്പോൾ വെള്ളാപ്പള്ളി എന്താണോ പ്രതീക്ഷിച്ചത് BJPയിൽ നിന്ന്, അത് നടന്നില്ല. അതുകൊണ്ട് വെള്ളാപ്പള്ളി അക്കാര്യത്തിൽ നിരാശനാണ്. അതുകൊണ്ട് തുഷാർ വെള്ളാപ്പള്ളി യോഗത്തിൽ വന്നില്ല എന്ന മട്ടിൽ പോയി ഇങ്ങനെ പ്രതികരിച്ചു. അപ്പോൾ BJP വാസ്തവത്തിൽ കേരളത്തിൽ ഇങ്ങനെ ചാഞ്ചാടി നിൽക്കുന്ന, സെക്യുലറിസത്തോട് കാര്യമായി തത്വത്തിൽ അല്ലെങ്കിൽ മൂല്യാധിഷ്ഠിതമായി യാതൊരു പ്രതിബദ്ധതയുമില്ലാത്ത, എന്നാൽ അധികാരം നൽകുന്ന സൗകര്യങ്ങളും മാത്രം കാക്ഷിക്കുന്ന ഒരു സംഘം അല്ലെങ്കിൽ ഒരു കൂട്ടം പാർട്ടികളെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഫോർമേഷൻസിനെ മാത്രമാണ് ലക്ഷ്യമിടുന്നത്. അതവർക്ക് കിട്ടുകയും ചെയ്യും. അത് ക്രിസ്ത്യൻ സമുദായത്തിലുമുണ്ട്, മുസ്ലിം സമുദായത്തിൽ നിന്നും ചിലപ്പോൾ ഏതെങ്കിലും വിഭാഗങ്ങൾ കിട്ടിയേക്കാം. ആ രീതിയിൽ BJP മുന്നോട്ട് പോയാൽ കേരളത്തിൽ അമിത്ഷാ പറയുന്നത് പോലെ എന്നാൽ പോലും BJPക്ക് ആ രീതിയിൽ മുന്നേറ്റം ഉണ്ടാവില്ല. കാരണം ഈ ക്രിസ്ത്യൻ മതമേല അധ്യക്ഷരുമായിട്ടുള്ള ചർച്ചയിൽ അവർ ഉയർത്തിയ രണ്ട് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്തണം, രണ്ടാമത്തെ ആവശ്യം കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നാണ്. അപ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങൾ, മറ്റ് മതേതരമായി ചിന്തിക്കുന്നവരൊക്കെ കാണുന്നത് BJP മോഡി അധികാരമേറിയതിനെ തുടർന്ന് ന്യൂനപക്ഷങ്ങളുള്ള ക്രിസ്ത്യൻ അധികാരവുമായി ബന്ധപ്പെട്ട ഉറപ്പുകൾ ലഭിച്ചാൽ ക്രിസ്ത്യൻ മതവിഭാഗത്തെയും കൂടെ കൂട്ടാനാകും എന്നുള്ള പ്രതീക്ഷയാണ് അമിത്ഷായ്ക്കുള്ളത്. ആ നിലയ്ക്കാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യയിൽ മൊത്തം ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള BJPയുടെ രണോത്സുക സമീപനം കാണുമ്പോൾ ഇവിടെ BJP വിശ്വസിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ശ്രീ മുഹമ്മദ് റിയാസ്, ഗോവയിൽ പരീക്ഷിച്ച തന്ത്രം അതേപടി കേരളത്തിലും പരീക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാകുമോ? ക്രിസ്ത്യൻ വോട്ട് നേടാൻ അവർ പറയുന്ന രീതിയിൽ സ്ഥാനാർത്ഥിയെ നിർത്തുക, അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ പരീക്കറിനെ തന്നെ വേണം മുഖ്യമന്ത്രിയായി എന്ന് അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് ആ നിലയ്ക്ക് നീങ്ങിയതുകൊണ്ട് രാജ്യത്തിന് ഇപ്പോൾ ഒരു പ്രതിരോധ മന്ത്രിയില്ല, പക്ഷേ ഗോവയ്ക്ക് മുഖ്യമന്ത്രിയെ നൽകാൻ സാധിച്ചു. ആ നിലയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് നടപ്പാക്കി കൊടുക്കുക, അതിവിടെയും പരീക്ഷിച്ചുകൂടെ? അല്ല, പരീക്ഷണം എന്ത് പരീക്ഷണം നടത്തുന്നതിന് ഗോവയിൽ പരീക്ഷിച്ച് വിജയിച്ചു എന്നുള്ളതാണ് മുഹമ്മദ് റിയാസ്. ഗോവയിൽ പരീക്ഷിച്ച് വിജയിച്ചു എന്നുള്ളതാണ് ചോദ്യം മുഹമ്മദ് റിയാസ്. അതെ, പരീക്ഷണം എന്ത് വേണമെങ്കിലും നടത്താം. ജനാധിപത്യത്തിൽ ഒരു പൗരന് പരീക്ഷിക്കാം,
പ്രസ്ഥാനത്തിൻ്റെ നേതാവിനൊക്കെ പരീക്ഷണം നടത്താം. പവനാഴി ശവമായി എന്ന് നാടോടിക്കാറ്റ് സിനിമയിൽ പറഞ്ഞതുപോലെയാണ് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അമിത്ഷാ വരലും ഇതുപോലെ കുറേ പരീക്ഷണം നടത്തലും 75 സീറ്റ് നേടുന്നു പറഞ്ഞാലും അവസാനം പവനാഴി ശവമായി പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പം തന്നെ നിങ്ങൾ നോക്കൂ, കേരളത്തിലെ ജനങ്ങളുടെ മുഖത്ത് നോക്കി അമിത്ഷാ പറയുകയാണ് കേരളത്തിൽ നടക്കുന്ന കൊലപാതകങ്ങളുടെ ഉത്തരവാദിത്തം CPIM ഏറ്റെടുക്കണം. വംശീയ ഹത്യക്ക് നേതൃത്വം റിയാസ്. ഇപ്പോൾ ശ്രീ പത്മകുമാർ, BJPക്ക് അകത്ത പ്രശ്നങ്ങൾ, അമിത്ഷാ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം, നേരത്തെ ദേശീയ കൗൺസിൽ കഴിഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ, അത് എത്രത്തോളം നിങ്ങൾ നടപ്പാക്കി എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ബൂത്ത് തലത്തിൽ 10,000 കമ്മിറ്റികൾ ഉണ്ടാക്കണമെന്ന നിർദ്ദേശം നിങ്ങൾക്ക് നടപ്പാക്കാൻ പറ്റാതിരുന്നത്? 3-1 പോലും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അതിന് നിങ്ങൾ നൽകിയിരിക്കുന്ന മറുപടി എന്താണ്? ഇവിടെ യഥാർത്ഥത്തിൽ RSS BJP എന്ന് ഒരുമിച്ച് പറയുമ്പോഴും നിങ്ങൾക്കിടയിൽ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട്. പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ മുഴുവൻ RSS നേതാക്കൾക്ക് നൽകുന്നു എന്നുള്ള പരാതി നിങ്ങൾക്കില്ലേ? നിങ്ങൾക്കിടയിലെ തമ്മിലടി അവസാനിപ്പിച്ചിട്ട് വേണ്ട ഇവിടെ ഒരു നേതാവ് ഉണ്ടാകാൻ. അല്ല, മറ്റ് കോൺഗ്രസിനെ പോലെ CPM പോലെ അങ്ങനെ ആകണം എന്ന് ആഗ്രഹിക്കുന്ന പലരുമുണ്ട്. പക്ഷെ അത്തരത്തിൽ ആകാൻ കഴിയില്ലല്ലോ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അതിനൊരു ലക്ഷ്യമുണ്ട്. ഞങ്ങൾക്ക് ഏതെങ്കിലും അല്ലല്ലോ ഒരു നേതാവിനെ ഇവിടെ അങ്ങോട്ട് അവർക്ക് എന്തെങ്കിലും സുഖസൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. ഞങ്ങൾ ശക്തമായ നേതാക്കന്മാരുണ്ട്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഈ നിലയിലേക്ക് എത്തിയത്. അല്ലാതെ വേറെ ആരുടെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോൺഗ്രസിന്റെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റിയ വിജയസാധ്യതയുള്ള 20 പേരുകൾ നിങ്ങളോട് ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ കൈമലർത്തി. നിങ്ങൾക്ക് ആരുമില്ലായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിങ്ങൾ തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. അല്ലല്ല, ഇപ്പൊ പറഞ്ഞൊരു കാര്യം, 10,000 ബൂത്ത് കമ്മിറ്റി ഉണ്ടാക്കും. ഞങ്ങൾക്ക് 17,000 ബൂത്ത് കമ്മിറ്റികൾ നിലവിലുണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ 10,000 ബൂത്ത് കമ്മിറ്റി ഉണ്ടാക്കാൻ കഴിഞ്ഞ നാഷണൽ കൗൺസിൽ എന്ന് പറഞ്ഞാൽ എവിടെ ശരിയാവുന്നത്? ഞങ്ങൾക്ക് 17,000 ബൂത്ത് കമ്മിറ്റികളുണ്ട്. കേരളത്തിൽ തന്നെ ഞങ്ങൾ നിരവധി പഞ്ചായത്തുകൾ ഭരിക്കുന്നുണ്ട്. 1000-ലേറെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ 4 പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ ഞങ്ങൾക്ക് ഉണ്ട്. മുനിസിപ്പാലിറ്റി ഭരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ ആരുടെയും ഔദാര്യത്തിൽ പ്രധാനപ്പെട്ട നിങ്ങളുടെ നേതാവിന്റെ പേര് പറയൂ. ഞങ്ങളുടെ BJPയുടെ എല്ലാ നിരവധി നേതാക്കന്മാരും പേര് പറയേണ്ട കാര്യമില്ല. കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാമല്ലോ BJPയുടെ നേതാക്കന്മാരാണ്. കേരളത്തിലെ BJPയുടെ നേതാക്കന്മാരാണെന്ന് ഇനി ഒരു ചാനൽ ഞാനൊന്നും പറയുന്നില്ല. കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരാണ്. പേര് പറയാൻ പറ്റുന്നില്ല. അല്ല, ഞാൻ പറയട്ടെ, കേരളത്തിൽ ഇനി ഒന്നല്ല 100 നേതാക്കന്മാർ, 100 അമിത്ഷാമാർ കേരളത്തിൽ നിന്നും BJPക്ക് ഉദയം ചെയ്താലും കേരളത്തിൽ BJPക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. 100 നരേന്ദ്രമോദിമാർ കേരളത്തിൽ BJPയുടെ നേതാക്കന്മാരായാലും കേരളത്തിൽ BJPക്ക് വരാൻ വേണ്ടി പറ്റില്ല. കാരണം കേരളത്തിലെ ഹൈന്ദവ മതവിശ്വാസികൾ അത്രക്ക് വിശാല മനസ്സുള്ളവരാണ്. അവർ സ്നേഹത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സന്ദേശം വരുത്തുന്ന ഹൈന്ദവ മതത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ഹിന്ദുത്വ ആശയം പ്രചരിപ്പിച്ച് ഹിന്ദു രാഷ്ട്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നവരെ സ്വീകരിക്കില്ല. അത് കേരളത്തിലെ ഹൈന്ദവ മതവിശ്വാസികൾ, കേരളത്തിലെ ഇടതുപക്ഷ പുരോഗമന മനസ്സുള്ള ജനങ്ങൾ അവരുടെ പ്രത്യേകതയാണ്. ഇപ്പോൾ നേരത്തെ ഷിനാസ് ഇവിടെ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ടല്ലോ, ആ കാര്യം തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കൂ. ബീഫ് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെതോ ആയി കാണേണ്ടതല്ല. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള സാമ്പത്തിക താല്പര്യം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നു. ബഹുരാഷ്ട്ര കുത്ത കമ്പനികളുമായി ഒത്തുകളിക്കുന്ന സംഗീത് സോമാരായ BJP നേതാക്കന്മാരുടെ പ്രധാനപ്പെട്ട എക്സ്പോർട്ടിംഗ് കമ്പനിക്ക് വേണ്ടിയുള്ള കളിയാണെന്ന് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ, ഹൈന്ദവ മതവിശ്വാസികൾ ഉൾപ്പെടെ അതല്ല പറഞ്ഞത്. ഈ എല്ലാ CPM-കാരും ഈ പ്രത്യേകിച്ചും ഇദ്ദേഹം എന്ന് പറഞ്ഞാലും ബഹുരാഷ്ട്ര എന്ന് പറയും. CPM-ന് ഈ ബഹുരാഷ്ട്ര കുത്തകളോടുള്ള സമീപനം എന്താ? നിങ്ങൾ ഈ പാവപ്പെട്ട നിങ്ങൾ 34 വർഷക്കാലം ഭരിച്ച ബംഗാളില് നന്ദിഗ്രാമിലും അവിടെ എല്ലാം ആർക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ആർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത്? ഈ ബഹുരാഷ്ട്ര കുത്തകൾക്ക് വേണ്ടിയിട്ടല്ല.
ശ്രീ കെ വി തോമസ്, ഇന്നിപ്പോൾ മാതൃഭൂമി ന്യൂസിന്റെ ചോദ്യം ഉത്തരത്തിൽ അമിത്ഷാ നൽകിയ അഭിമുഖത്തിൽ അമിത്ഷാ പറയുന്നുണ്ട് കണ്ണൂരിലെ കൊലപാതകങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന്. അവിടെ ഞങ്ങൾക്ക് 13 പേരെ നഷ്ടപ്പെട്ടു. കണക്കുകൾ പറയുകയാണ്, ഞങ്ങൾക്കാണ് കൂടുതൽ പേര് നഷ്ടപ്പെട്ടത്, CPM-നല്ല. അവിടുത്തെ മുഴുവൻ കൊലപാതകങ്ങളുടെയും ഉത്തരവാദിത്തം മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പിണറായി വിജയനാണ് എന്ന് കോൺഗ്രസ് അതിനോട് അനുകൂലിക്കുന്നുണ്ട്. ഒന്ന്, കണ്ണൂര് കൊലപാതക രാഷ്ട്രീയത്തിൽ CPM-നും RSS-നും തുല്യമായ പങ്കാളിത്തമുണ്ട്. അവിടുത്തെ പ്രശ്നങ്ങൾ തീരണമെങ്കിൽ ഇവർ രണ്ടുപേരും തീരുമാനമെടുക്കണം. അപ്പം അതുകൊണ്ട് ആരെങ്കിലും ഒരു കുറ്റപ്പെട്ടിട്ട് കാര്യം രണ്ടു കൂട്ടരും തുല്യമായി ജനമധ്യത്തിൽ കുറ്റവാളികൾ. മറ്റൊന്ന്, ഇപ്പോൾ കണ്ണൂർ നടന്ന കൊലപാതകത്തിന് പിണറായി വിജയനാണ് ഉത്തരവാദിത്തം പറയേണ്ടതെങ്കിൽ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഗുജറാത്തിൽ നടന്ന കൂട്ടക്കൊലയ്ക്ക് നരേന്ദ്രമോദി മറുപടി പറയട്ടെ. അങ്ങനെയല്ലേ വേണ്ടത് ശ്രീ പത്മകുമാർ? അങ്ങനെയല്ലേ പറയേണ്ടത്? UP-യിലെ കൊലപാതകങ്ങളുടെ കണക്കുണ്ട്. ഈ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായ ശേഷം 240 കൊലപാതകങ്ങളും 180 ബലാത്സംഗങ്ങളും ആ സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട്. അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ ആ മുഖ്യമന്ത്രിക്കാണോ? അല്ല, അങ്ങനെയല്ലല്ലോ. അങ്ങനെ കണ്ണൂരിലെ സാഹചര്യം പറയുമ്പോൾ ഇതും അങ്ങനെ പറയണ്ടല്ലോ. അതെങ്ങനെയാണല്ലോ ഇദ്ദേഹം ഇത് പറഞ്ഞത്? ഞങ്ങൾ തീരുമാനമെടുത്തല്ലോ, കണ്ണൂരിൽ സമാധാനം ഉണ്ടാക്കണം, ഞങ്ങൾ തീരുമാനമെടുത്തു, മുഖ്യമന്ത്രിയുടെ പാർട്ടിയും തീരുമാനമെടുത്തു എന്നതിന് ശേഷം അവിടെ ഈ കൊലപാതകങ്ങൾ നടത്തിയതാര്? അല്ലാതെ പഴംപുരാണം പറയുകയല്ല വേണ്ടത്. അങ്ങനെയാണെങ്കിൽ കെ വി തോമസ് ഞാൻ ചോദിക്കട്ടെ, 7000 പേര് ചവിട്ടിക്കൊന്നിട്ടുണ്ട്. BJP പ്രവർത്തകർ മാത്രമായിട്ട് ഇങ്ങനെ മരിച്ചു വീഴുകയായിരുന്നു. CPM-ലെ ഒരു പ്രവർത്തകനെയും BJP-യിലെ ഒരു പ്രവർത്തകരും കൊന്നിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ സമ്മതിക്കാം. കണ്ണൂരിലെ കാര്യമാണല്ലോ പറയുന്നത്. വേറെ വിഷയങ്ങൾ പറയുമ്പോൾ പറയാനുണ്ടാവും. കണ്ണൂരിലെ കാര്യം പറയില്ല. കണ്ണൂരിലെ കാര്യമാണല്ലോ ഇന്ന് അമിത്ഷാ പറഞ്ഞത്. അതിനുള്ള മറുപടിയാണ് പറയുന്നത്. കണ്ണൂരിൽ എണ്ണം കൂട്ടുമ്പോൾ നിങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കാം. അവിടെ എടുത്ത ഇപ്പൊ നമ്മൾ എപ്പോഴും നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കാരണം തെറ്റായി ധരിക്കുകയാണ്. നമ്മളൊരു ഈ സംഘടന ഉണ്ടായി, അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘടന ഉണ്ടായിട്ടുണ്ട്, ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊരു ഫുൾ സ്റ്റോപ്പ് ഇടണമെന്ന് നിരവധി തവണ ആലോചിച്ചു. ഏറ്റവും അവസാനം കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി തീരുമാനമെടുത്തു, ഞങ്ങളും അതനുസരിച്ച് തീരുമാനമെടുത്തു. എന്നതിന് ശേഷം അവിടെ കൊലപാതക രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുത്ത CPM ആണ്. അപ്പൊ ആ CPM നേതൃത്വം കൊടുക്കുമ്പോൾ പിണറായി വിജയന്റെ ഉത്തരവാദിത്തമുണ്ട് എന്നാണ് ഞങ്ങൾ പറയുന്നത്. ശരി, അവർ നേതൃത്വം കൊടുത്തെങ്കിൽ അതേ ഭാഷയിൽ നിങ്ങൾ മറുപടി നൽകിയിട്ടുണ്ടോ? അത് സമ്മതിക്കൂ. ഈ തീരുമാനം മുഖ്യമന്ത്രി തീരുമാനമെടുത്തതിന് ശേഷം കണ്ണൂർ ജില്ലയിൽ ഒരു CPM പ്രവർത്തകർ മരിച്ചു വീണിട്ടുണ്ടോ? ഞങ്ങളുടെ പ്രവർത്തകർ മരിച്ചു വീണിട്ടുണ്ട്. അതിന് ഉത്തരവാദി ആരാ? അപ്പൊ മുഖ്യമന്ത്രിക്ക് പോലും അത് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ പിന്നെ എന്താ ചെയ്യുന്നത്? മുഖ്യമന്ത്രി യോഗമല്ല, മുഖ്യമന്ത്രി വിളിച്ചിട്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, അവിടുത്തെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, അവരെല്ലാവരും കൂടി മരണം നടന്ന വീടുകളിൽ പോയി, അക്രമം നടന്ന വീടുകളിൽ പോയി. അതിനുശേഷം അതിന്റെ മച്ചു ഉണങ്ങുന്നതിന് മുമ്പ് വീണ്ടും കൊല നടത്തിയിട്ട് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല, പണ്ടൊക്കെ നടന്നിട്ടുണ്ട് ശേഷം കൊലപാതകങ്ങൾ നടന്നു എന്നതിലാണ് അമിത്ഷായുടെ ആ പ്രതികരണം എന്നാണ് ഇപ്പോൾ പത്മകുമാർ വാദിക്കുന്നത്. അമിത്ഷാക്കുള്ള പ്രതികരണത്തിന് മറുപടി പറയുന്ന ഒറ്റ കാര്യം പറഞ്ഞിട്ട് പറയാം. എന്തുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ വോട്ട് ചോരുന്നത്, BJPക്ക് പോകുന്നതെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ശ്രീ കെ വി തോമസിനെ പോലുള്ള നേതാക്കന്മാരുടെ ഇത്തരം പ്രസ്താവനകളും നിലപാടുകളുമാണ് കോൺഗ്രസിൻ്റെ അണികൾ BJPയിലേക്ക് വോട്ടായും അല്ലാതെയും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. കണ്ണൂരിൽ ഏറ്റവും അധികം കൊലപാതകം നടത്തിയ ഒരു പാർട്ടി കോൺഗ്രസ്സാണ്. സ്വന്തം പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന മധു ഇച്ചരത്തും ലാൽജിയും അനീഫിനെയും വെട്ടിനുറുക്കിയ കോൺഗ്രസ്. അപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ദയവ് ചെയ്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം നാമാവശേഷമാകാതിരിക്കാൻ ഇതുപോലുള്ള പ്രസ്താവനകൾ ദയവ് ചെയ്ത് കെ വി തോമസിനെ പോലെ ഉത്തരവാദിത്ത നേതാക്കന്മാർ ഇറക്കരുത്. 2, അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ കേട്ട് ഞെട്ടിയിരിക്കുന്ന സ്ഥലമാണ്. ഉറക്കത്തിൽ കേട്ട് ഞെട്ടി അല്ല, ഞാൻ പറഞ്ഞോട്ടെ, അമിത്ഷാക്ക് കണ്ണൂർ എന്ന് പറയുന്ന ജില്ലയെ കേട്ടാൽ ഉറക്കത്തിൽ ഞെട്ടി എണീക്കുന്ന പേരാണ്. അതിൽ സംശയമില്ല. കാരണം ഗുജറാത്തിൽ ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കി അവിടെ ഗുജറാത്തിൽ അധികാരം പിടിച്ചടക്കിയതുപോലെ വംശീയ ഹത്യകളിലൂടെ കേരളം പിടിച്ചടക്കാൻ സാധിക്കാത്തത് കണ്ണൂർ ജില്ലയും കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും അതിൻ്റെ ഉശിരരായ പോരാളികളായ പ്രവർത്തകരും നേതാക്കന്മാരുമാണ് എന്ന് അമിത്ഷാക്കറിയാം. ഒരു മനുഷ്യൻ്റെ ജീവനും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായോ അല്ലാതെയോ നഷ്ടപ്പെടാൻ വേണ്ടി പാടില്ല.
അമൂല്യമാണ് ജീവൻ. അതുകൊണ്ട് മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി പോരാടുന്ന ഒരു പ്രസ്ഥാനം ആ നിലയിൽ മനുഷ്യജീവൻ നിലനിർത്തുവാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ ശക്തമായി നിലകൊണ്ട് പോവുക എന്നുള്ള ലക്ഷ്യമാണ്. എന്നാൽ ഇത് പറയാൻ അമിത്ഷാക്ക് എന്താ അർഹതയാണ്? അമിത്ഷായുടെ പേരുള്ള ഇപ്പോഴുള്ള കേസുകൾ ഉൾപ്പെടെ പരിശോധിച്ചാൽ പോരെ? ഗുജറാത്തിലെ ഗർഭസ്ഥ ശിശുവിനെ തൃശൂലം കൊണ്ട് കുത്തിക്കയറ്റി ആളുകളെ പിന്തുണച്ചതിന് ഗുജറാത്തിലെ ആഭ്യന്തരമന്ത്രിയായിരുന്നു, പിന്നീട് നാട് കടത്തപ്പെട്ട വ്യക്തി, പിന്നീട് ഉത്തർപ്രദേശിന്റെ ചുമതലയെടുത്ത് മുസഫർ നഗർ കലാപത്തിൽ 92 പേരെ കൊലപ്പെടുത്തുന്നതിന് നേതൃത്വം കൊടുത്ത വ്യക്തി. ആ വ്യക്തിയാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. ഞാൻ ഒന്നുകൂടി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഡീലർ എന്ന പദം. ആ ഡീലർ എന്ന പദം ഉപയോഗിച്ച് അധികാരത്തിൽ വന്ന് പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം 13 രാഷ്ട്രീയ കണ്ണൂർ ജില്ലയും BJP RSS പ്രവർത്തകർ മരിച്ചു. ഇതിലെല്ലാം പ്രതികൾ CPM പ്രവർത്തകരാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കേസെടുത്തത്? നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്? അമിത്ഷായെ ഒരു കേസിലും ശിക്ഷിച്ചിട്ടില്ല. അതേസമയം പിണറായി വിജയൻ കേരളത്തിലെ പാടിക്കൽ രാമകൃഷ്ണനെ കൊന്ന കേസിലെ 2ാം പ്രതിയാണ്. നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ഒരു കൊലക്കേസിൽ 3ാം പ്രതിയാണ്. നിങ്ങളുടെ ജില്ലാ സെക്രട്ടറി 5 കൊലക്കേസിൽ പ്രതിയാണ് കണ്ണൂരില്. BJPയുടെ ഒരു നേതാക്കൾ ഉറക്കം പ്രശ്നം തന്നെയാണ്. ആ ഉറക്കം എന്നും അമിത്ഷാക്ക് കെടും. കണ്ണൂർ എന്ന പേര് എന്നും അമിത്ഷായുടെ ഉറക്കം കെടുത്തും. അത് കണ്ണൂരും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും കേരളവും അമിത്ഷായുടെ ഉറക്കം ജീവിതകാലം മുഴുവൻ കെടുത്തുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു തർക്കമില്ല, അതിൽ ഭയപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല, ഭയപ്പെട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ള സംശയമില്ല. മതന്യൂനപക്ഷങ്ങളെ കശാപ്പ് ചെയ്യുമ്പോൾ കേരളത്തിൽ നടക്കാതിരിക്കാൻ കാരണം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിന്റെ മുന്നിലുള്ളത് കൊണ്ട് തന്നെയാണ് എന്ന് തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് തന്നെയാണ്. നമ്മുടെ സമയം ഏതായാലും അവസാനിക്കുകയാണ്. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. ഏതായാലും അമിത്ഷായുമായുള്ള അഭിമുഖം ചോദ്യം ഉത്തരം ഇടവേളയ്ക്ക് ശേഷം കാണാം.